മക്കളെ, നമ്മൾ ഇന്ന് നല്ല അടിപൊളി ഒരു കിടുക്കാച്ചി ടോപ്പിക്കായിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കാൻ പോണേ. എന്നറിയോ? വെക്റ്റർ. കേട്ടിട്ടുണ്ടോ? കേൾക്കാൻ വഴിയില്ല അല്ലേ? പ്ലസ് വണ്ണിലേക്ക് കയറി തരുള്ളൂ. ഇവിടെ എഴുതിയൊക്കെ വായിച്ചു നോക്കിയേ. അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. സ്പെല്ലിങ് കറക്റ്റ് അല്ലേ? മലയാളത്തിൽ പറയാം. അഡിഷൻ എന്ന് പറഞ്ഞാൽ കൂട്ടുക, സബ്ട്രാക്ഷൻ കുറയ്ക്കുക, ഗുണിക്കുക, ഹരിക്കുക. ഇതൊക്കെ അറിയാവുന്നല്ലേ നമുക്ക്? ഒന്നാം ക്ലാസ്സിലേ പഠിച്ചു വരുന്ന അല്ലേ? കൂട്ടാനും കുറയ്ക്കാനൊക്കെ ആയിട്ട് 7+8 എത്രയാണ്? 15. കൂട്ടാൻ അറിയാമല്ലോ. ഗുണിക്കാൻ 8 × 7 എത്രയാണ്? 56. 56 അല്ലേ? കാൽക്കുലേറ്റർ നോക്കി. ഇനി സബ്ട്രാക്ഷൻ കുറയ്ക്കാനാണെങ്കിലോ 8 - 7 1, 7 - 8 -1. നോക്കിയേ, ഈ ഒരു കൺസെപ്റ്റ് അറിയാത്ത പിള്ളേർ ഇനിയും ജീവിച്ചിരിപ്പുണ്ട് കേട്ടോ. പ്ലസ് വണ്ണിൽ എങ്ങനെ ഒരു മൈനസ് ഒക്കെ വന്നതെന്നൊക്കെ അറിയാത്ത അവിടെ കേട്ടെ. പിന്നെ എന്നാ ഉള്ളത്? ഡിവിഷൻ. 8/7 വേണ്ട, ഒരു 10/5 ഒക്കെ മതി. എത്രയാണ്? 2. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നല്ലേ? പിന്നെ എന്തിനാ നമ്മൾ ഇപ്പൊ ഈ പ്ലസ് വണ്ണിന്റെ സമയത്ത് ഈ വയസ്സാം കാലത്ത് നമ്മൾ ഇതൊക്കെ പഠിക്കാൻ പോണേ? അപ്പൊ ഇങ്ങനെയൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ എന്തോ ഒരു സംഭവം ഉണ്ട്. നമ്മൾ പുതിയതായിട്ട് പഠിക്കാൻ പോകുന്ന എന്തോ ഒരു സംഭവം ഉണ്ട്. അതിൽ നമ്മൾ ഇതൊക്കെ പഠിക്കണം ഉണ്ട്. ഇവൻ എടുക്കണം. നമുക്ക് ഈ വെക്ടറിനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇത്ര നാൾ തന്നെ പഠിച്ചുകൊണ്ടിരുന്നേ, എന്തിനാ നമ്മൾ വെക്ടർ എന്നുള്ള സാധനം പ്രത്യേകിച്ച് നമ്മൾ പ്ലസ് വണ്ണിൽ പഠിക്കുന്നേ നമുക്ക് നോക്കാം. നമ്മുടെ വീട്, നമ്മുടെ അമ്മ പറഞ്ഞു, മോനെ നീ കടയിൽ പോയിട്ട് ഒരു 2 കിലോ പഞ്ചസാര മേടിച്ചിട്ടോ. നമുക്ക് ലോക്ക്ഡൗൺ ഒക്കെ അല്ലേ, അപ്പം നമുക്ക് ഒരു 2 ആഴ്ചത്തേക്ക് വേണം. അപ്പോൾ നേരെ വീട്ടിൽ നിന്ന് കടയിൽ പോയിട്ട് അവൻ എന്ത് ചെയ്യുന്നറിയോ? അവൻ 2 കിലോ പഞ്ചസാര മേടിച്ചു. അവൻ തിരിച്ചു വന്നു. വിളിച്ചപ്പോഴാണ് അവൻ പിന്നെയും വിളിച്ചു. അയ്യോ മോനെ, ഇപ്രാവശ്യം കുറേ ആൾക്കാർ ചേച്ചി നാട്ടിൽ നിന്ന് വരുന്നുണ്ട്, അപ്പോൾ കുറച്ച് ഏറെ വേണ്ടി വരും, പിള്ളേരൊക്കെ ഇല്ലേ, അപ്പം നീ കുറച്ചും കൂടി മേടിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അവൻ തിരിച്ചു പോയി. എന്നിട്ട് അവൻ ഒരു 1 കിലോ കൂടി കൂടുതൽ മേടിച്ചു. ഇപ്പം അവൻ്റെ സഞ്ചിയിൽ, അവൻ്റെ കവറിൽ എത്ര കിലോ ഉണ്ട്? 2 + 1 എത്രയുണ്ട്? 3 കിലോ. ഓക്കെ. ഈ ബോട്ടിൽ അതിൻ്റെ വെള്ളമുണ്ടേ, ഇത് 600 ml കേട്ടോ. എത്രയാ? 600 ml. അതിൻ്റെ ഒരു 400 ml വെള്ളമുണ്ട്. ഞാൻ നിറയ്ക്കാൻ വേണ്ടി ഞാൻ എത്ര ആഡ് ചെയ്യണം? അത് നിറയ്ക്കണം. മൊത്തം എത്രയാ? ആ കുപ്പിയിൽ ഇപ്പം എത്ര അറിയോ? മൊത്തം എത്രയാ? 600 ml. ഇപ്പം എത്രയാണെന്നറിയോ? 400 ml ഉണ്ട്. ഞാൻ ഇനി എത്ര ഒഴിക്കണം അത് ഫുള്ളാക്കണമെങ്കിൽ? 600 - 400 എത്രയാ? 200 ml. ഓക്കെ, അതും കുഴപ്പമില്ല. ഇവനുണ്ടല്ലോ ഈ ചെക്കൻ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. അവൻ ആദ്യം 5 മീറ്റർ പോയി. ആദ്യം അവൻ 4 മീറ്റർ പോയി. പിന്നെ അവൻ 3 മീറ്റർ കൂടെ പോയി. ഇപ്പൊ അവന്റെ വീട്ടിൽ നിന്ന് എത്ര മീറ്റർ അകലെയാണ്? ആദ്യം അവൻ 4 മീറ്റർ പോയി, പിന്നെ അവൻ 3 മീറ്റർ പോയി. ഇപ്പൊ അവൻ എത്ര മീറ്റർ അകലെയാ വീട്ടിൽ നിന്ന്? വീടിന്റെ വാതിൽക്കൽ നിന്ന് ഇവിടെ വന്നു. ആദ്യം 4 മീറ്റർ പോയി അല്ലേ? പിന്നെ എത്ര മീറ്റർ പോയി? 3 മീറ്റർ. ഇപ്പൊ എത്ര മീറ്റർ അകലെയാ? 4 - 3 = 7. പക്ഷെ ഞാൻ പറയാണ്, അവൻ വീട്ടിൽ നിന്ന് ഇവിടെ വാതിൽ നിന്ന് നടക്കുവാണെങ്കിൽ അവൻ 5 മീറ്റർ അകലെ. അതെങ്ങനെയാ വന്നേ? ഞാൻ 4 മീറ്റർ പോയി, ഓക്കെ. പിന്നെ ഞാൻ എന്നാ പറഞ്ഞേ? 3 മീറ്റർ പോയി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞോ ഇങ്ങോട്ട് തന്നെയാ 3 മീറ്റർ പോയെന്ന്? അവൻ പോയത് നേരെ ഇങ്ങോട്ടേക്ക് 3 മീറ്റർ പോയത്. അപ്പൊ അവന്റെ വാതിൽക്കൽ നിന്ന് അവനിപ്പോ എത്ര മീറ്റർ അകലെയാ? 4 - 3 ഇതല്ലേ കാണില്ല? റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. അവൻ എക്സാക്ട്ലി ഒരു 90 ഡിഗ്രിക്കാണ് ഇങ്ങോട്ട് പോയത്. ഞാൻ എടുത്ത് പറഞ്ഞില്ല, ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലായിരുന്നു, പക്ഷെ അങ്ങനെ അവൻ പോയത്.
ഇപ്പം എത്രയാ 5 മീറ്റർ. ഇവിടെ എന്തുകൊണ്ടാണ് 4+3 7 വരാതിരുന്നത്? അല്ലെങ്കിൽ ഇത് വരുമായിരുന്നു. അവൻ ഇങ്ങോട്ട് തന്നെയായിരുന്നു 3 പോയത് ഞാൻ എടുത്ത് പറയുമായിരുന്നു എങ്കിൽ, അതായത് അവൻ്റെ ആ മോഷൻ, അവൻ്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് ഇങ്ങനെ പറയാം. വീട്ടിൽ നിന്ന് ഒരു വാതുക്കൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ്, തൊട്ടടുത്ത ഡിസ്പ്ലേസ്മെന്റ്, അതൊക്കെ ഞാൻ അവൻ്റെ ആ അളവ് കണ്ടോ, 4 മീറ്റർ 3 മീറ്റർ, ഈ അളവ് പറയുന്നതിൻ്റെ കൂടെ ഞാൻ ഒരു കാര്യം കൂടി, ഈ അളവിനെ പറഞ്ഞവരാണ് മാഗ്നിറ്റ്യൂഡ്. മാഗ്നിറ്റ്യൂഡ് പറഞ്ഞതിൻ്റെ കൂടെ ഞാൻ ആ ഡയറക്ഷനും കൂടി പറയണമായിരുന്നു. നേരെ തന്നെയാണോ, അതോ 90 ഡിഗ്രി ഇങ്ങോട്ടേക്കാണോ, അതോ 30 ഡിഗ്രി ഇങ്ങോട്ടേക്കാണോ എന്നും കൂടെ ഞാൻ എന്ത് ചേർത്ത് പറയണമായിരുന്നു? ഡയറക്ഷനും കൂടി ചേർത്ത് പറയണമായിരുന്നു. അതാണ് പ്രശ്നം പറ്റിയത് കേട്ടോ. അതായത് ആർക്ക് ഡയറക്ഷൻ ചേർത്ത് പറയണമായിരുന്നു? ഡിസ്പ്ലേസ്മെന്റ് ഞാൻ എന്ത് ചേർത്ത് പറയണമായിരുന്നു? ഡയറക്ഷൻ ചേർത്ത് പറയണമായിരുന്നു. ഇനി വേറെ ഉദാഹരണം വയ്ക്കും. ഈ മേശ തറ, ഇവിടെ ഒരു മേശയുണ്ട്. ഈ മേശയിൽ ഞാൻ ഒരു 50 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്തു. അപ്പോൾ എന്നെ കാണാനായിട്ട് ഒരു രാജു വന്നിട്ട് അതിലേക്ക് അവരും ഒരു 50 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്തു. ഇപ്പം ആ മേശയിൽ മൊത്തം എത്ര ഫോഴ്സ് ഉണ്ട്? 50 50 100 ആണോ? ഞാൻ പറയാണ് 0. ആ ബോഡി അനങ്ങില്ല. ഇവിടെ ഫ്രിക്ഷൻ ഇല്ല കേട്ടോ, ഇവിടെ ഫ്രിക്ഷൻ ഇല്ല. ഒരു ചെറിയ തട്ട് തട്ടിയാൽ ഈ മേശ അങ്ങോട്ട് നീങ്ങും. പക്ഷെ 50 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തിട്ടും, അവൻ വന്നിട്ട് 50 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തിട്ടും ഈ സാധനം നീങ്ങില്ല. 1 ന്യൂട്ടൺ മതി നീങ്ങിപ്പോവാൻ. ന്യൂട്ടന്റെ നിയമപ്രകാരം ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ 1 ന്യൂട്ടൺ ധാരാളം മതി. പക്ഷെ അവൻ നീങ്ങിയില്ല. കാരണം എന്നാ? ഞാൻ അപ്ലൈ ചെയ്ത ഫോഴ്സ് ഞാൻ പറഞ്ഞു എങ്ങോട്ടേക്കാ? അങ്ങോട്ടേക്ക്. രാജു അല്ലെങ്കിൽ രാമു അവൻ അപ്ലൈ ചെയ്ത ഫോഴ്സ് എങ്ങോട്ടാണെന്ന് ഞാൻ പറഞ്ഞു. അവനും ഇങ്ങോട്ട് തന്നെ ആയിരുന്നു എങ്കിൽ 50 ന്യൂട്ടൺ ഫോഴ്സിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ കേട്ടോ. അപ്പൊ 50 ന്യൂട്ടൺ ഫോഴ്സ് അതും അങ്ങോട്ട് തന്നെ ആയിരുന്നു എന്ന് ഞാൻ ഡയറക്ഷൻ ചേർത്ത് പറയുമായിരുന്നു എങ്കിൽ എത്രയാ? 100 ന്യൂട്ടൺ. പക്ഷെ എന്നാന്നറിയോ, അവൻ അവിടെ നിങ്ങളതല്ലേ, ഞാൻ തള്ളുന്നതിന് അതേപോലെ തള്ളാന്നറിയാവുന്ന വേറെ ഒരുത്തിനെ കിട്ടി എനിക്ക്. ഇപ്പം എത്രയായി? അങ്ങോട്ടും തള്ളുന്നു ഇങ്ങോട്ടും തള്ളുന്നു. നെറ്റ് നോക്കിക്കൊണ്ടല്ലോ 50 പ്ലസ് 50 അല്ല -50. കാരണം ഇവൻ അങ്ങോട്ട് തള്ളിയ അവൻ ഇങ്ങോട്ട് തള്ളി. അപ്പം 50 പ്ലസ് -50 എന്തായി മാറി? 0 ആയി മാറി. അപ്പം ഇങ്ങോട്ട് നോക്കിയേ, നമ്മൾ ആദ്യം പറഞ്ഞ പഞ്ചസാരയുടെ കണക്കിൽ ഞാൻ സിമ്പിളായിട്ട് കൂട്ടി. വെള്ളത്തിന്റെ കണക്ക്, ഇത് വോളിയം, ലിറ്റർ എന്ന് പറയുന്ന വോളിയം അല്ലേ, വോളിയത്തിന്റെ കണക്ക് ഞാൻ സിമ്പിളായിട്ട് കുറയ്ക്കാം. ഇനി 200 ലിറ്റർ ആഡ് ചെയ്താലോ? 400 200 600 ലിറ്റർ കൂട്ടാം, സിമ്പിളായിട്ട് കൂട്ടാം. പക്ഷേ ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞപ്പോൾ, ഫോഴ്സ് പറഞ്ഞപ്പോഴൊക്കെ സിമ്പിളായിട്ട് അങ്ങോട്ട് കൂട്ടാൻ പറ്റിയില്ല. അതിന് ഞാൻ ഒരു സൈൻ ഇടേണ്ടി വന്നു, അല്ലെങ്കിൽ ഡയറക്ഷൻ അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നു. അത്തരം പാരാമീറ്റേഴ്സിനെ വിളിക്കുന്ന പേരാണ് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ചേർത്ത് പറയേണ്ടി വരുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഇതുണ്ട്, ഇഷ്ടംപോലെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. മാസ്, വോളിയം, ടൈം, വർക്ക്, ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സലറേഷൻ, ഫോഴ്സ്, മൊമെന്റം, ടോർക്ക്, മൊമെന്റ് ഓഫ് ഇനർഷ്യ, എനർജി, ഇഷ്ടംപോലെ സാധനമുണ്ട്. അതിൽ ചില സാധനങ്ങൾ ഇതുണ്ട്: ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സലറേഷൻ, ഫോഴ്സ്, മൊമെന്റം, ടോർക്ക്. ഇതിനൊക്കെ പറയണമെങ്കിൽ ഞാൻ ഓരോ വാല്യൂ മാത്രം പറഞ്ഞാൽ പോരാ, പകരം എന്ത് പറയണം? അതിന്റെ ഡയറക്ഷനും കൂടി ചേർത്ത് പറയണം. അത്തരം ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ വിളിക്കുന്ന പേരാണ് വെക്റ്റർ. അല്ലാതെ പഞ്ചസാരയും വെള്ളവും സമയവും വർക്കും ഒക്കെ പറയുന്നത്, വർക്ക്, എനർജി ഒക്കെ പഠിക്കാൻ കേട്ടോ എന്നൊക്കെ. അപ്പൊ അതൊക്കെ വെറും മാഗ്നിറ്റ്യൂഡ്, അളവ് മാത്രം മതി. മാഗ്നിറ്റ്യൂഡ് മാത്രം മതി എന്നതിനെ പറയുന്ന പേരാണ് സ്കെയിലർ. ഇതിന്റെ അഡീഷനും സബ്ട്രാക്ഷനും സിമ്പിൾ.
കുറയ്ക്കാം. നമുക്ക് അപ്പോൾ അറിയാവുന്ന കണക്കില്ലേ, അതേപോലെ 10 - 7 3 അങ്ങനെ പഠിക്കുന്ന പോലെ കൂട്ടാനും കുറയ്ക്കാനും സിമ്പിളായിട്ട് പറ്റും. പ്രശ്നം മുഴുവൻ വരുന്ന എവിടെയെന്ന് അറിയോ? ഈ വെക്റ്റർ ക്വാണ്ടിറ്റീസിലാണ്. അതിൻ്റെ ഒരു പ്രശ്നം മനസ്സിലായില്ല. ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകും കേട്ടോ, അതെ നമ്മുടെ നാടിൻ്റെ പ്രത്യേകത. അപ്പം നമ്മൾ വെക്റ്റർ കൂട്ടുന്നതിൻ്റെയൊക്കെ പ്രശ്നം മനസ്സിലായില്ലേ? ഇനി നമുക്ക് നോക്കാം ഇത് ഇനി എങ്ങനെ കൂട്ടാം, എങ്ങനെ കുറയ്ക്കാം, എങ്ങനെ ഗുണിക്കാം, അല്ലെങ്കിൽ എന്നതാ വെക്റ്റർ, അതിനെ എങ്ങനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യാം, അങ്ങനെയൊക്കെ. അപ്പം നമുക്ക് മനസ്സിലായി. നോക്കി, ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ, ഫോഴ്സ്, ഇത് എന്നാന്നൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം. പക്ഷെ ഇതൊക്കെ വെക്റ്റർ ആണെന്ന് ഞാൻ പറയുന്നത് വിശ്വസിക്കുക കേട്ടോ. ഇതൊക്കെ വെക്റ്ററാണ്. ഫോഴ്സ് എങ്ങനെ മനസ്സിലായി? ഇപ്പൊ നോക്കി, ഒരു ബോളാണ് കേട്ടോ, ഒരു ബോൾ ഉരുണ്ടു. നിങ്ങൾ അങ്ങനെ ചെയ്തു. ഇത് ഇഷ്ടം ഇതാ ഇതിന്റെ ഇഷ്ടം ഇവിടെ ഇരിക്കും കേട്ടോ. ഇഷ്ടം ഇതിലേക്ക് ഒരാള് 200 ന്യൂട്ടൺ ഫോഴ്സും കൊണ്ട് അങ്ങോട്ടേക്ക് ഉന്തു, വേറൊരാള് 50 ന്യൂട്ടൺ ഫോഴ്സും കൊണ്ട് അങ്ങോട്ട് വലിക്കുക. ഇപ്പൊ ഈ ബോഡിയിൽ മൊത്തം എത്ര ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്? 200 പ്ലസ് 50 എത്രയാണ്? 250. ഞാനുണ്ടല്ലോ, ഈ ആളുണ്ടല്ലോ, ഈ ആളിപ്പോൾ വലിച്ചോണ്ടിരിക്കലായിരുന്നു. ഇയാൾ ഈ 50 ന്യൂട്ടൺ അയാൾ ഇങ്ങോട്ടേക്ക് തള്ളുമായിരുന്നെങ്കിൽ എത്ര വരുമായിരുന്നു? 200 പ്ലസ് മൈനസ് 50. അപ്പം എത്ര കിട്ടി? 150 ന്യൂട്ടൺ. ഇനി ഇപ്പം അങ്ങനെ ഒരു 200 ന്യൂട്ടൺ ഫോഴ്സ് കൊണ്ട് ഒരാളോട് തള്ളുന്നുണ്ട്, വേറെ ആള് 100 ന്യൂട്ടൺ ഫോഴ്സും കൊണ്ട് ഇവിടുന്ന് മുകളിലേക്ക് നടക്കുന്നുണ്ട്. ഇപ്പൊ അവൻ എങ്ങോട്ടാ പോവാ? എങ്ങോട്ടേക്കാ കൂടുതൽ? ഇങ്ങോട്ടേക്കല്ലേ? അപ്പൊ ഈ ബോഡി ഇങ്ങോട്ടേക്കാണോ പോവാ? അല്ല, കാരണം ഇവൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പൊ മുകളിലേക്ക് നടക്കുന്നുണ്ട്. അപ്പൊ എന്നെ സംഭവിക്കുന്നറിയോ? നിങ്ങളവിടെ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത്, നിങ്ങളുടെ ഡെസ്കിനകത്ത് നിങ്ങൾ നോക്കി 2 വിരൽ ഇങ്ങനെയായിരുന്നു തള്ളുന്നിരുന്നെങ്കിൽ, ഇടയ്ക്ക് മരം കൊണ്ടുവരുന്നു, ഇങ്ങനെയാണ്, ഇങ്ങനെ ആയിരുന്നുവെങ്കിലോ, ഇങ്ങനെ ആയിരുന്നുവെങ്കിലോ അനമോ ഇല്ല. നിങ്ങൾ നോക്കി, ഒരുത്തൻ ഇങ്ങനെ തള്ളുന്നു, ഒരുത്തൻ ഇങ്ങനെ തള്ളുന്നു. ഇത് എങ്ങോട്ട് പോകും? ഇങ്ങോട്ട് പോകാമല്ലോ. ഡെസ്ക് അതിനെ കാണിക്കാൻ പറ്റുമായിരുന്നു. നോക്കി, ഇവൻ ഇങ്ങോട്ട് തള്ളുന്നു, ഇവൻ ഇങ്ങോട്ടും തള്ളുന്നു. ഇവൻ എങ്ങോട്ട് പോകുന്നറിയോ? ഇങ്ങോട്ടേക്കും പോകില്ല, ഇങ്ങോട്ടേക്കും പോകില്ല, പകരം ഇങ്ങോട്ടേക്ക് ആക്കിയിട്ട് പോകും. ശരിക്കൊക്കെ വരച്ച് കാണിച്ചാല് ഇവനും 200 ആയിരുന്നു നമ്മൾ വിചാരിക്കും, ഒരേപോലെ. അങ്ങനെയാണെങ്കിൽ ഇവൻ കറക്റ്റ് ഇങ്ങനെ പോകുന്നത്. y = x എന്നുള്ള ഗ്രാഫില്ലേ, നമ്മുടെ ഗ്രാഫിന്റെ പാടൊക്കെ പഠിച്ചേ. y = x എന്നുള്ള ആ ഗ്രാഫിൽ ഇങ്ങനെ കറക്റ്റ് 45 ഡിഗ്രി ഇവിടെ തുല്യമാകുന്ന രീതിയിൽ കറക്റ്റ് ഇങ്ങോട്ട് പോകുമായിരുന്നു. ഇവിടെ കൂടുതലല്ലേ, ഇവിടെ എത്രയാ? 100 അല്ലേ, ഇവിടെ 200 അല്ലേ, എത്ര പോകുന്നറിയോ? ഇവന്താ ഇങ്ങോട്ട് പോകും. ഇവനല്ലേ വലുത്, അപ്പോൾ ഇതിനെ കുറച്ച് താഴേക്ക് ഇങ്ങനെ ഇങ്ങോട്ടേക്കാണ് പോവാം. ഇങ്ങോട്ടേക്കും പോകില്ല, ഇങ്ങോട്ടേക്കും പോകില്ല. അത് ഈ 2 ഫോഴ്സുകളും ചേർന്നിട്ടുള്ള റിസൾട്ടന്റ് എങ്ങോട്ടേക്കാ പോയേ? ഇങ്ങോട്ടേക്ക്. ഇവിടെ ഞാൻ എന്താ ചെയ്തേ? ഈ ഫോഴ്സിനെയും ഞാൻ കൂട്ടി. കാരണം എന്നതാ? ഫോഴ്സ് എന്നതാ? ഫോഴ്സ് ഈസ് വെക്റ്റർ. ഫോഴ്സ് എന്നതാ? വെക്റ്റർ. സിമ്പിൾ ആയിട്ട് ഈ ബോഡിയിൽ ഇപ്പൊ അനുഭവപ്പെടുന്ന മൊത്തം ഫോഴ്സ് 200 + 100 = 300 ന്യൂട്ടൺ അല്ല, പകരം വേറൊരു വാല്യൂ. കൂട്ടാൻ പഠിക്കുക എങ്ങനെയാണ്? അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ +1 തൊട്ടിട്ട് നമ്മൾ വെക്ടറിനെ പ്രത്യേകം എടുത്ത് കൂട്ടാൻ പഠിക്കുന്നതെന്ന് മനസ്സിലായോ? 200 100 അല്ല, 200 100 കൂട്ടി 300 അല്ല, പകരം വേറൊരു വാല്യൂ. അത് കൂട്ടാനായിട്ട് കുറച്ച് മെത്തേഡ് ഉണ്ട്, പഠിക്കാം. ഇപ്പോൾ ഫോഴ്സ് വെക്ടറാണ്, ഡിസ്പ്ലേസ്മെന്റ് വെക്ടറാണ്, വെലോസിറ്റി വെക്ടറാണ്, ആക്സിലറേഷൻ വെക്ടർ. ഇവരെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഒരു വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഫോഴ്സ്, അതിന്റെ സിമ്പിൾ ഇട്ട് അതിന്റെ മുകളിൽ ഒരു വര വരയ്ക്കും.
ഫോഴ്സ് F is equal to 50 ന്യൂട്ടൺ. കേട്ടോ, ഈ 50 ന്യൂട്ടൺ എന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഡയറക്ഷൻ വല്ലതും മനസ്സിലായോ? ഇല്ലല്ലോ. അപ്പൊ ഇതിനെ നമുക്ക് വിളിക്കാം മാഗ്നിറ്റ്യൂഡ് എന്നാണ് വിളിക്കാം. അതിന്റെ അളവ് മാത്രം റെപ്രസെന്റ് ചെയ്യുന്നതാണ് എന്ത്? ഇങ്ങനത്തെ വരാം. കേട്ടോ, അപ്പൊ അത് ഓർത്തിരിക്കുക. നമുക്ക് അതിന്റെ എക്സും വൈയും ജെയും ഒക്കെ മാർക്ക് ചെയ്യുന്ന പരിപാടി നമുക്ക് മോഷനിന്റെ പ്ലെയിനിലോ അല്ലെങ്കിൽ ഈ വീഡിയോന്റെ അവസാനമൊക്കെ ആയിട്ട് നമുക്ക് പഠിക്കാം. അപ്പൊ നോക്കൂ, നമുക്ക് എങ്ങനെ ഇതിന് കൂട്ടാൻ ആദ്യം പഠിക്കാമെന്നുള്ളത് പഠിക്കാം. കേട്ടോ, നോക്കി 200 ന്യൂട്ടൺ ഫോഴ്സ്, അതിലേക്ക് എത്ര ന്യൂട്ടൺ ഫോഴ്സ് ആഡ് ചെയ്യുന്നത്? 100 ന്യൂട്ടൺ ഫോഴ്സ്. ഇത് നമ്മൾ ആംഗിൾ എത്രയാ? 90 ഡിഗ്രി അല്ലേ? ഇത് നമ്മൾ ആംഗിൾ എത്രയാ? 90 ഡിഗ്രി. ഓ, ഇവർ നമ്മൾ ആംഗിൾ പിന്നെ എങ്ങനെ കണ്ടുപിടിക്കുന്നതാണ്? വെക്ടറുകൾക്കിടയിലുള്ള ആംഗിളുകൾ കിട്ടണമെങ്കിൽ നമ്മൾ ഇങ്ങനെ എടുക്കാൻ പാടില്ലെന്നല്ല, മനസ്സിലാവും 90 ഡിഗ്രി ആണെന്ന്. ഓക്കെ, പക്ഷെ നോക്കി ഈ വെക്ടറിനെ ഇതേപോലെ എടുത്ത് ഇങ്ങോട്ടേക്ക് വെക്കുക. അതിനെ പറയുന്നവരാണ് പാരലൽ ഷിഫ്റ്റ്. ഇത്രയും വലിയ സാധനം എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടേ വെച്ചു. കേട്ടോ, അതേപോലെ ഡയറക്ഷൻ മാറിയോ? ഇല്ല. അളവ് മാറിയോ? ഇല്ല. അത് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കൊണ്ടേ വെച്ചു. ഇനി ഈ സാധനത്തെ എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടിട്ട് ഇവിടെ കൊണ്ടേ വെക്കാം. പാരലായിട്ട് കൊണ്ടുപോകണമെന്നില്ല, എടുത്തോണ്ട് പോക്കോ, എടുത്താൽ ഇവിടെ കൊണ്ടേ വെക്കാം. കേട്ടല്ലോ, അവിടെ അല്ല വെക്കട്ടെ, ഇവിടെ ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ കൊണ്ട് വെച്ചു. ഇനി അളവാണ് നോക്കിയേ, ഇതിനെ വിളിക്കുന്ന ഒരു വെക്ടറിന്റെ ഇത് ഈ മൂടില്ല, ഇതിന് മൂട് ഇതില്ലേ തല, ഇതെടുക്കുന്നവരാണ് ഹെഡ്. ഇതിനെ വിളിക്കുന്നവരാണ് ഹെഡ്. കേട്ടോ, ഇതിന്റെ വാൽവശം ഇതുണ്ടോ, ഇതിന്റെ വാൽവശത്തെ വിളിക്കുന്നവരാണിത് ടെയിൽ. അപ്പോ ആദ്യത്തെ വെക്ടറിന്റെ ടെയിലില്ലേ, അവിടേക്ക് രണ്ടാമത്തെ വെക്ടറിന്റെ ടെയിൽ കൊണ്ടേ മുട്ടിച്ചു. കേട്ടോ, ടെയിൽ. ഈ ഇതിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ നോക്കിയേ എത്രയാ? 90 ഡിഗ്രി. ഇതാണ് ഈ രണ്ട് വെക്ടറിന്റെ ഇടയിലുള്ള ആംഗിൾ. കേട്ടോ, ഇത് നമുക്ക് കൂട്ടാം. ഇനി കൂട്ടാൻ വേണ്ടി ഒത്തിരി മെത്തേഡ് ഉണ്ട്, അവിടെ നിൽക്കട്ടെ. കാര്യം മനസ്സിലായോ? എന്തുകൊണ്ടാണ് കൂട്ടേണ്ടത് മനസ്സിലായോ? ഇത് വെക്ടർ ആയതുകൊണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിനി വെക്ടർ അഡിഷൻ പഠിക്കും. ഞാനിപ്പോൾ ജസ്റ്റ് ഫോഴ്സ് എന്ന് മാത്രം എടുക്കുന്നുള്ളൂ കേട്ടോ. വെലോസിറ്റി, ആക്സലറേഷൻ ഒക്കെ ആണെങ്കിലും അതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുത്തിട്ട് നമ്മൾ ഇതേപോലെ വെച്ചിട്ട് നമ്മൾ കൂട്ടുന്ന പരിപാടിയാണ്. അതൊക്കെ നമുക്ക് ഈ ഇതിന്റെ പാഠഭാഗം പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാം. ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് വെക്ടർ തമ്മിൽ കൂട്ടാൻ വേണ്ടി എന്തൊക്കെയാ സ്പെഷ്യൽ മെത്തേഡുകൾ, അത് എങ്ങനെയാണെന്ന് മാത്രമാണ്. ഇത് എന്നാണെന്ന് ഞാൻ പറയുന്നില്ല, ഫോഴ്സ് എന്നാന്ന് പോലും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ഒരു അളവ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നാന്ന് പറഞ്ഞു? ഇല്ല. മാസിന്റെ ആക്സലറേഷൻ ആണ് ഫോഴ്സ് എന്ന് പറഞ്ഞു? ഇല്ല. അപ്പൊ പറയുന്നില്ല, നമ്മൾ 5-ാം പാഠത്തിലേ പറയുള്ളൂ. നമ്മൾ ജസ്റ്റ് വെക്ടർ ആണെങ്കിൽ എങ്ങനെ കൂട്ടാം, കുറയ്ക്കാൻ മാത്രമേ പറയുന്നുള്ളൂ. കേട്ടോ, അപ്പൊ ഫസ്റ്റ് ഹെഡിങ് വെക്ടർ അഡീഷൻ. വെക്ടർ അഡീഷൻ നമുക്ക് മെയിൻ ആയിട്ട് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് വരച്ച് ചെയ്യാം, ഗ്രാഫിക്കൽ അല്ലെങ്കിൽ ഡ്രോയിങ് മെത്തേഡ് വരച്ചിട്ട് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ അനാലിറ്റിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻ ഉണ്ട്. റിസൾട്ടന്റ് R is equal to root of a square plus b square plus 2ab cos theta എന്നൊക്കെ നമുക്ക് ഡിറൈവ് ചെയ്യാം. എ എന്നതാ ബി എന്നൊക്കെ നമുക്ക് പഠിക്കാം. അല്ലെങ്കിൽ നമുക്ക് വരച്ച് കണ്ടുപിടിക്കാം. വരച്ച് കണ്ടുപിടിക്കുന്ന ഒരു 3-4 മെത്തേഡാണ്. 3 മെത്തേഡ്: ട്രയാങ്കുലാർ ലോ ഓഫ് വെക്ടർ അഡിഷൻ, പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷൻ. ഇതൊക്കെ രണ്ട് വെക്ടർ ഉണ്ടെങ്കിൽ, കുറെ എണ്ണം ഉണ്ടെങ്കിൽ ഹെഡ് ടെയിൽ മെത്തേഡ്, കുറെ എണ്ണം ഉണ്ടെങ്കിൽ ഇതുവഴി കാണാം. ഇത് കുറച്ചുകൂടി എളുപ്പമാണ് കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ ബോർഡ് എക്സാമിന് ഈ രണ്ടെണ്ണം നമുക്ക് പഠിക്കാനുള്ളത്. ഇതിന്റെ ലോ വരച്ച് കണ്ടുപിടിക്കാമെന്ന് ചോദിക്കാല്ല, കാരണം നമുക്ക് അതുള്ളത് കൊണ്ട് നമുക്ക് എളുപ്പമാണ്, ഡയറക്റ്റ് ഇക്വേഷൻ കൊടുത്താൽ മതി. അപ്പം നമുക്ക് ആദ്യം ട്രയാങ്കുലാർ ലോ ഓഫ് വെക്ടർ അഡിഷൻ എന്താണെന്ന് പഠിക്കാം. പിന്നെ നമുക്ക് ഇത് പഠിക്കാം, പിന്നെ ഇത് പഠിക്കാം, പിന്നെ അത് പഠിക്കാം. ഫസ്റ്റ് വൺ, ട്രയാങ്കുലാർ ലോ. ട്രയാങ്കുലാർ ലോ ഓഫ് വെക്ടർ അഡിഷൻ എന്നാ പറഞ്ഞെന്ന് ചോദിച്ചാല്, ഇപ്പൊ നോക്കിയോ, ഒരു ബോഡി ഉണ്ട്.
ഫോഴ്സ് വെക്ടർ അല്ലേ? അപ്പൊ ഞാൻ ഇവിടെ എല്ലാ ലോയും പറയുന്നത് ഞാൻ ഫോഴ്സിനെ വെച്ചിട്ടാണ് കേട്ടോ, അത് എളുപ്പം. ഏത് വേണമെന്ന് വെച്ച് പറയാം. ഏതൊക്കെ വെക്ടർ ഉണ്ട്? വെലോസിറ്റി വെക്ടർ ഉണ്ട്, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്, ആക്സലറേഷൻ ഉണ്ട്. നമുക്ക് ഫോഴ്സ് വെച്ച് പറയാമേ, അതിന് എളുപ്പമുണ്ട്, കാര്യം മനസ്സിലാവുകയും ചെയ്യും. ഇതുവഴി ഒരു 3 ന്യൂട്ടൺ ഫോഴ്സ് ഒരാൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഒരുത്തൻ ഇങ്ങനെ ഒരു 4 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ റിസൾട്ടന്റ് ഫോഴ്സ് ഈ ബോഡിയിൽ എങ്ങോട്ടേക്കായിരിക്കുന്നു? 3, 4, 7 അല്ല, പകരം നമുക്ക് ഇത് വെക്ടർ ആയതുകൊണ്ട് വെക്ടർ അഡിഷൻ ചെയ്യണം. ട്രയാങ്കുലർ ലോ എന്താ പറയുന്നത് ചോദിച്ചാലേ, ഇത് 3 ന്യൂട്ടൺ അല്ലേ? ഈ 3 ന്യൂട്ടനെ നിങ്ങളോട് കൊണ്ടുവന്ന് വരയ്ക്കും. എങ്ങനെ വരയ്ക്കും? നമ്മുടെ സ്കെയിൽ എടുത്തിട്ട്, സ്കെയിൽ നമ്മുടെ ഇല്ല തൽക്കാലത്ത് വയ്ക്കും. അതായത് 3 സെന്റിമീറ്റർ ഇല്ലേ, അതെടുത്തിട്ട് ഇവിടെ ഇങ്ങനെ 3 സെന്റിമീറ്റർ വരയ്ക്കും. 1, 2, 3. എന്നിട്ട് അതിന്റെ ആരം മാർക്ക് ചെയ്യും. ഇതാണ് 3 സെന്റിമീറ്റർ. ഇതാണ് ടെയില്, ഇതാണ് ഹെഡ്. ഇനി ഈ 4ാമത്തെ ന്യൂട്ടൺ അല്ലേ, ഈ 4ാമത്തെ ന്യൂട്ടനെ കൊണ്ടുപോയിട്ട് ഇവന്റെ തലയെ കൊണ്ടുപോയി വെക്കുക. ഇവന്റെ ടെയില് കൊണ്ടുപോയിട്ട് ഇവന്റെ ഹെഡ് കൊണ്ടുപോയി വെക്കുക. ഇത് നമ്മൾ 3 സെന്റിമീറ്റർ എടുത്തില്ലേ, അപ്പൊ ഇതിന് എത്ര എടുക്കണം? 4 സെന്റിമീറ്റർ. എന്നിട്ട് സ്കെയിൽ എടുക്കണം കേട്ടോ, സ്കെയിൽ വെച്ച് വേണം ചെയ്യാൻ. എന്നിട്ടൊരു 4. 1, 2, 3, 4. മറ്റവന്റെ തലയെ കൊണ്ടിട്ട് വെക്കണം. ലോ എന്നാ പറഞ്ഞെന്ന് ചോദിച്ചാല്, ഇഫ് യു ഹാവ് 2 വെക്ടേഴ്സ് അറ്റ് ആൻ ആംഗിൾ തീറ്റ, ഇവിടുത്തെ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ കൊണ്ട് എങ്ങനെ കൊണ്ടുവച്ചേ? 90 ഡിഗ്രിയിൽ കൊണ്ടുവച്ചേ കേട്ടോ. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ 2 വെക്ടർ ഉണ്ടെങ്കിൽ ഒന്നിന്റെ തലയെ കൊണ്ടിട്ട് മറ്റൊരു വാല് കൊണ്ടുപോയി വെക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ലോ പറയുന്നത് ഒരു ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ, 2 സൈഡായില്ലേ, ഈ ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം? ഈ 2 സൈഡ് ഇവന്റെ ടെയിലും ഇവന്റെ തലയും കൂടി യോജിപ്പിച്ചു. ഈ ലോ എന്നാ പറയുന്നറിയോ? ഇതൊക്കെ സ്കെയിൽ വെച്ചോളം ചെയ്യാം കേട്ടോ, കറക്റ്റ് സ്കെയിൽ വെച്ചിട്ട്. എന്നിട്ട് നിങ്ങൾ നമുക്ക് എന്നാ കാണണ്ടേ? ഇത് വെക്ടർ എ, ഇതിന് പേര് കൊടുക്കാം വെക്ടർ എ. ഇതെന്നതാ? വെക്ടർ ബി. വെക്ടർ മാർക്ക് ചെയ്യുന്നത് ഇങ്ങനെയല്ലേ? നമുക്ക് കാണേണ്ടത് വെക്ടർ എ പ്ലസ് വെക്ടർ ബി ആണ്. നിങ്ങൾ 3 സെന്റിമീറ്റർ വരച്ചു, 4 സെന്റിമീറ്റർ വരച്ചു, ഇത് യോജിപ്പിച്ചു. എന്നിട്ട് ആ സ്കെയിൽ എടുത്തിട്ട് കറക്റ്റ് അളന്ന് നോക്കി എത്രയുണ്ടെന്ന്. 5 കിട്ടിയോ? അപ്പൊ ഇത് റിസൾട്ടന്റ് എത്രയാ? റിസൾട്ടന്റ് എത്ര കിട്ടുന്നറിയോ? 5 ന്യൂട്ടൺ. പക്ഷേ ഡയറക്ഷനോ? വെക്ടർ അല്ലേ, വെക്ടർ ഡയറക്ഷൻ വേണ്ടേ? അളവ് കിട്ടി 5 ന്യൂട്ടൺ ആയിരിക്കും. അതായത് ഒരുത്ത 3 ന്യൂട്ടൺ ഇങ്ങോട്ടേക്കും ഒരുത്ത 4 ന്യൂട്ടൺ ഇങ്ങോട്ടേക്കും അപ്ലൈ ചെയ്താൽ ഈ ബോഡിയിൽ റിസൾട്ടന്റ് 7 അല്ല വരിക, പകരം എത്രയേ ഉള്ളൂ? 5 ന്യൂട്ടൺ. അത് എങ്ങോട്ടായിരിക്കും? അത് കാണണമെങ്കിൽ നമുക്ക് ഡയറക്ഷൻ അറിയണ്ടേ, റിസൾട്ടന്റ് ഡയറക്ഷൻ. ലോ പറയുന്നത് നിങ്ങൾ ഇപ്പൊ വെച്ചേക്കുന്ന ഇതിന്റെ തലയിലൂടെ കൊണ്ടേ വെച്ചേക്കുന്നത്. അപ്പൊ ഇവന്റെ നിങ്ങൾ ഇങ്ങനെ എടുത്തേക്കുന്നതാ പറയണേ. നമ്മൾ എങ്ങനെ എടുത്തേക്കുന്നത്? ഇങ്ങനെ. അപ്പൊ ലോ പറയുന്നത് നിങ്ങൾ 3ാമത്തെ സൈഡ് ഫില്ല് ചെയ്തതിന് ശേഷം ആരോ മാർക്ക് നിങ്ങൾ എടുത്തതിന്റെ ഓപ്പോസിറ്റ് കൊണ്ടിടാൻ. നമ്മൾ ഇങ്ങനെ എടുത്തേക്കുന്നത്. ഇപ്പൊ നമ്മൾ ആരോ മാർക്ക് എങ്ങനെ ഇടണം? അങ്ങോട്ടേക്ക് ഇടണം. ഇതാണ് റിസൾട്ട്. നിങ്ങൾ ആലോചിച്ചേ, ഞാൻ 3 ന്യൂട്ടൺ ഇവിടുന്നും 4 ന്യൂട്ടൺ ഇങ്ങോട്ടും കൊടുത്താലേ ഇവൻ എങ്ങോട്ട് പോകും? ഇങ്ങോട്ടേക്ക് പോകും. ഇത് അങ്ങോട്ടേക്ക് പോയി. എത്ര ന്യൂട്ടണിൽ പോകും? 5 ന്യൂട്ടണിൽ അങ്ങോട്ട് പോകും. ഇതാണ് ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡിഷൻ. ഇതിന്റെ ഡയറക്ഷൻ നമുക്കിനി വാക്കിൽ പറയണമെങ്കിൽ, ബുക്കിൽ എഴുതണമെങ്കിൽ ഈ ഒരു ആംഗിൾ പിടിച്ചാൽ മതി. തീറ്റ സൈൻ തീറ്റയോ കോസ് തീറ്റ എന്ന് വെച്ചാൽ എടുത്തു. ടാൻ തീറ്റ എടുത്തു. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് 4/3. അവിടുന്ന് തീറ്റ എന്നാ കിട്ടും? ടാൻ ഇൻവേഴ്സ് 4/3. കാൽക്കുലേറ്റർ എടുക്കുക, ഷിഫ്റ്റ് ടാൻ അടിക്കുക. അപ്പം നിങ്ങളുടെ ബോർഡ് തെളിഞ്ഞ് വരും ടാൻ ഇൻവേഴ്സ് അല്ലേ. എന്നിട്ട് 4/3
ബ്രാക്കറ്റിലാക്കി കൊടുക്കുക. അപ്പോൾ ഒരു ആംഗിൾ വരും. എത്രയാ വരിക? ഒരു 53 അങ്ങനെ 57 അങ്ങനെ കണ്ടില്ലേ വരുന്നത്? 53 57 ഡിഗ്രി വരും കേട്ടോ. ആ ഡിഗ്രി എഴുതി വെക്കുക. എത്രയെങ്ങാണ്ടോ ഡിഗ്രി അതായിരിക്കും ഇതിൻ്റെ ഡയറക്ഷൻ. ബാക്കി പറയേണ്ടത് ദ റിസൾട്ടന്റ് ഈസ് ഇത്രയും ഡിഗ്രി അബൌട്ട് മൂന്നാമത്തെ ഫസ്റ്റ് വെക്ടറിൽ നിന്ന് ഇത്രയും ഡിഗ്രി മുകളിലാണ്. അങ്ങനെ എഴുതി വെച്ചാൽ മതി ഡയറക്ഷൻ. കാര്യം പറഞ്ഞു ഇത്രയേ ഉള്ളൂ. അവിടെ ഇതാണ് ട്രയാങ്കുലർ. നമുക്ക് ഒരു കണക്ക് കൂടി ചെയ്യാം. ഇവിടെ നോക്കൂ, ഇതൊരു ബോഡിയാ. ഇതിലേക്ക് ഒരുത്തൻ ഒരു വലുതാണ് ചെറുതാണ് 60 ന്യൂട്ടൺ ഫോഴ്സിൽ പിടിച്ചു വലിക്കുക. വേറൊരാള് ഇങ്ങോട്ടേക്ക് 80 ന്യൂട്ടൺ ഫോഴ്സിൽ പിടിച്ചു വലിക്കുക. ഇവരുടെ ആംഗിൾ 60 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ റിസൾട്ടന്റ് എത്രയായിരിക്കും? 80ഉം 60. രണ്ട് ഫോഴ്സും ഈ ബോഡിയിലുണ്ട്, 80ഉം 60ഉം. അങ്ങനെ മൊത്തം എത്ര ഫോഴ്സാണ് ഈ ബോഡിയിൽ കിട്ടുന്നത്? അവൻ എങ്ങോട്ടേക്കായിരിക്കും പോകാറ്? 80ന്റെ പുറകെ പോവോ? ഇല്ല. 60ന്റെ പുറകെ പോവോ? ഇല്ല. കാരണം രണ്ടുപേരും പിടിച്ച് വലിക്കുന്നുണ്ട്. അപ്പൊ എങ്ങോട്ട് പോകും? ഇതിന്റെ ഇടയിൽ കൂടെ പോകും. ഇല്ല, ഊഹിച്ചൂട്ടെ, ഇടയിൽ കൂടെ പോകും. എത്ര ന്യൂട്ടൺ ഫോഴ്സിൽ പോകും? 80, 60, 140 പോവോ? ഇല്ല. ഇവിടെ കണ്ടോ, 3, 4 കൂട്ടുമ്പോൾ എത്ര കിട്ടിയിരുന്നത്? 7 കിട്ടേണ്ടിയിരുന്നത്. പക്ഷെ നമുക്ക് ശരിക്കും ഈ ബോഡിയിൽ എത്ര എഫക്റ്റ് ഉള്ളൂ? 5 ന്യൂട്ടനേ ഉള്ളൂ, 7 ഇല്ല. അപ്പൊ 140 വരില്ല. പകരം ഇതിൻ്റെ ഇടയ്ക്കുള്ള ഏതൊരു വാല്യൂ ആണ്. നമുക്ക് നോക്കാം എത്രയാണ്. ഇവനെ എടുത്തുകൊണ്ട് വേണ്ടി ഇങ്ങനെ വരയ്ക്കുന്നു. അയ്യോ, 3 സെന്റിമീറ്റർ 3 ന്യൂട്ടനെ നമ്മൾ 3 സെന്റിമീറ്റർ വരച്ചത്. അപ്പൊ 60 ന്യൂട്ടനോ? 60 സെന്റിമീറ്റർ വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്കൊരു സ്കെയിൽ കൊടുക്കാം. സ്കെയിൽ 1 സെന്റിമീറ്റർ ഈക്വൽ ടു 10 ന്യൂട്ടൺ. അങ്ങനെയാണെങ്കിൽ 60 ന്യൂട്ടൺ ഞാൻ വരയ്ക്കാൻ വേണ്ടി എത്ര എടുത്താൽ മതി? 6 സെന്റിമീറ്റർ. കാരണം 1 സെന്റിമീറ്റർ എത്രയാ? 10 ന്യൂട്ടൺ. 1, 2, 3, 4, 5, 6. അപ്പൊ 6 സെന്റിമീറ്റർ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു? 60 ന്യൂട്ടൺ വരച്ചു. ഇനി ഈ വെക്ടറിൽ നിന്ന് 60 ഡിഗ്രി ഇപ്പറേ 80 ന്യൂട്ടൺ ഉണ്ട് അല്ലേ? അപ്പൊ ഞാൻ ഒരു 80 ഡിഗ്രിയിൽ 60 ഡിഗ്രിയിൽ 80 ന്യൂട്ടൺ വരച്ചു. ഈ സാധനം ഉണ്ടല്ലോ, ശരിക്കും നല്ല സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല. ഈ സാധനം കൊണ്ട് നേരെ കൊണ്ട് ഇവിടെ കൊണ്ട് വെച്ചു. അത്രയേ ഉള്ളൂ അർത്ഥം. എത്ര? 80 ന്യൂട്ടൺ. 1, 2, 3, 4, 5, 6, 7, 8. എത്ര ഡിഗ്രിയാ? 60 ഡിഗ്രി. ഇതാണ് 80 ന്യൂട്ടൺ, ഇത് 60 ന്യൂട്ടൺ. റിസൾട്ടന്റ് കാണണമെങ്കിൽ ട്രയാങ്കുലറിലോ എന്നാ പറഞ്ഞേക്കണേ, ഇവനെ കൊണ്ടുപോയിട്ട് ഇവന്റെ തലയെ കൊണ്ടേ വെക്കണം, ഇവന്റെ ടെയിൽ കൊണ്ടുപോയിട്ട് ഇവന്റെ തലയെ കൊണ്ടേ വെക്കണം. എന്നിട്ട് നിങ്ങൾ ഈ ട്രയാങ്കിളിന്റെ മൂന്നാമത്തെ സൈഡ് ഫില്ല് ചെയ്തു മാഗ്നിറ്റ്യൂഡ് കിട്ടണമെങ്കിൽ അളന്ന് നോക്കിയാൽ മതി. സ്കെയിൽ എടുക്കുക, അല്ലെങ്കിൽ അളന്ന് നോക്കാം. ഏകദേശം എത്ര വരും? 1, 2, 3, 4, 5, 6, 8, 9, 10, 11, 12, 13. ഏകദേശം 13 വിചാരിച്ചു. 13 സെന്റിമീറ്റർ ആണെങ്കിൽ എത്രയായിരിക്കും? 13 ഇൻറ്റു 1 സെന്റിമീറ്റർ എത്രയാ? 10 ന്യൂട്ടൺ. അപ്പോൾ 13 ഇൻറ്റു 10 എത്ര കിട്ടി? 130 ന്യൂട്ടൺ. ഇനി നിങ്ങൾക്ക് ഇനി 12.7 കിട്ടിയെങ്കിലോ? 12.7 × 10 എത്രയാ? 127 ന്യൂട്ടൺ. അതാ റിസൾട്ടന്റ്. അത്രേ ഉള്ളൂ. ഒരു കണക്കും വേണ്ട, ചുമ്മാ വരച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഡയറക്ഷൻ കാണണമെങ്കിൽ ട്രയാങ്കുലറിലോ പറയുന്നത് മൂന്നാമത്തെ സൈഡ് ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങൾ എങ്ങനെയാണോ എടുത്തത്, അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് എടുത്തത്. കാരണം ഇങ്ങനെ എടുത്തേക്കുന്നത് വെക്ടർ ഇങ്ങോട്ട് പോയി ഇവിടെ കൊണ്ട് വെച്ചു. അപ്പൊ ഇങ്ങനെ എടുത്തേക്കുന്നത്. അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് അതിന്റെ ഓപ്പോസിറ്റിലേക്ക് മാർക്ക് ചെയ്യണം. ഇതാണ് ഡയറക്ഷൻ. ആരും ചോദിക്കേ, 60 പിടിച്ച് ഇങ്ങോട്ട് വലിച്ചു, 80 പിടിച്ച് ഇങ്ങോട്ട് വലിച്ചാൽ ഈ ബോഡി എങ്ങോട്ട് പോകും? ഇങ്ങോട്ട് പോകും. ഇങ്ങോട്ട് പോയി റിസൾട്ടന്റ് അങ്ങോട്ടാ പോണേ. മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. ഇനി ഇതിന്റെ ആംഗിൾ വേണമെങ്കിൽ പറയണമെങ്കിൽ ഞങ്ങളെ പ്രൊട്ടക്ടറൊക്കെ എടുത്തിട്ട് ഇതിന്റെ ഈ ഡിഗ്രി അളന്ന് നോക്ക് കേട്ടോ. അന്നേരം നിങ്ങൾക്ക് അതിന്റെ ആംഗിളും കിട്ടും. എന്നിട്ട് പറഞ്ഞാൽ മതി
60 ന്യൂട്ടൺ ഫോഴ്സുമായിട്ട് ഇത്ര ഡിഗ്രിയിലാണ് റിസൾട്ടന്റ്. ഇതാണ് റിസൾട്ടന്റ് കേട്ടോ, റിസൾട്ടന്റ് വെക്ടർ. ദിസ് ഈസ് ഈക്വൽ ടു ഈ വെക്ടർ എ ആണെങ്കിൽ ഈ വെക്ടർ ബി ആണെങ്കിൽ ഈ സാധനം എന്നാ വരും? എ വെക്ടർ പ്ലസ് ബി വെക്ടർ. ഇതാണ് ട്രയാങ്കുലർ ലോ. ഇനി നമുക്ക് പാരലോഗ്രാം ലോ എന്നാ നോക്കാം. നിങ്ങൾക്ക് എഴുതണം ട്രയാങ്കുലർ ലോ എന്ന് എഴുതണം. ഞാൻ ഇവിടെ വായിച്ചേൽപ്പിക്കാം. ഞാൻ നോട്ട് തരാം, എഴുതിയെടുത്തു. If two vectors are represented both in magnitude and direction by the two sides of a triangle take in same order, then their resultant is represented both in magnitude and direction by the third side of the triangle taken in the opposite order. Taken in the opposite order. ഇത് വായിച്ചു നോക്കി, അപ്പം നിങ്ങൾക്ക് കിട്ടിക്കോളും കേട്ടോ. ഇനി നമുക്ക് ഇതേ കണക്ക് നമുക്ക് പാരലോഗ്രാം ലോ വെച്ച് ചെയ്ത് നോക്കാം. എന്നാന്ന് ആദ്യം എഴുതിക്കോ, പിന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. എഴുതിക്കോ. If two vectors are represented both in magnitude and direction by the two adjacent sides of a parallelogram drawn from a common point, then their resultant is completely represented both in magnitude and direction by the diagonal of the parallelogram passing through that point. പോസ് ചെയ്ത് എഴുതിയെടുത്തോ. അതായത് ഇപ്പം നമ്മുടെ കയ്യിൽ രണ്ട് വെക്ടർ ഉണ്ട് എന്ന് വിചാരിക്കുക. വെക്ടർ എ, വേറൊരു വെക്ടറാണ് വെക്ടർ ബി. എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ എന്നതായിരുന്നു, ഒരു വെക്ടർ ഉണ്ട്, വേറൊരു വെക്ടർ ഉണ്ട് ബി. ഇത് എ വെക്ടർ, ഇത് ബി വെക്ടർ ആണെങ്കിൽ ഞാൻ ഈ ബി വെക്ടറിനെ എടുത്തിട്ട് എങ്ങോട്ട് കൊണ്ടുപോകണം? ടെയിൽ കൊണ്ടുപോയിട്ട് ഇവന്റെ ഹെഡിൽ കൊണ്ടുപോകണം. ഇതേപോലെ കൊണ്ടിട്ട് ഇവിടെ കൊണ്ടുവരണം. എന്നിട്ട് ട്രയാങ്കിൾ ഫില്ല് ചെയ്യണം. എന്നിട്ട് ഇതെങ്ങനത്തെ ഓർഡറിലാണ് എടുത്തതിൻ്റെ ഓപ്പോസിറ്റ് ഓർഡറിൽ, ഡയലോഗ് ശ്രദ്ധിച്ചോ, ഓപ്പോസിറ്റ് ഓർഡറിൽ മാർക്ക് ചെയ്താൽ ഇതിന്റെ റിസൾട്ടന്റ് കിട്ടും. കംപ്ലീറ്റ് ഒന്നും അറിയാൻ നിൽക്കണ്ട, അതാ റിസൾട്ടന്റ്. മാഗ്നിറ്റ്യൂഡിന് അളന്നെടുത്താൽ മതി, ഡയറക്ഷന് ഈ ആർക്ക് നോക്കിയാലും മതി. പാരലോഗ്രാം ലോയിൽ പറയുന്നത് രണ്ട് വെക്ടർ ഉണ്ടെങ്കിൽ ഇവരുടെ തമ്മിലുള്ള റിസൾട്ടന്റ് എ വെക്ടർ പ്ലസ് ബി വെക്ടർ കാണാൻ വേണ്ടി നിങ്ങൾ ഇവനെ എടുത്ത് വരയ്ക്കാം. ഓക്കെ, വെക്ടർ എ, ഇവനെ അങ്ങനെ കൊണ്ടുപോയിട്ട് ഇവിടെ അല്ല വെക്കണ്ടേ, പകരം ഇവിടെ കണ്ടോ, ഇവനെ കൊണ്ടിട്ട് നേരെ ഇവിടെ കൊണ്ടേ വെക്കണം. ബി വെക്ടർ ഇതല്ലേ കോമൺ പോയിന്റ്, അത് വായിച്ചു വയ്ക്കാൻ എഴുതിക്കുന്നതെന്ന്. ഈ കോമൺ പോയിന്റിൽ കൂടെ എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത്, ഒരു പാരലോഗ്രാം ഫില്ല് ചെയ്യണം. പാരലോഗ്രാം സാമാന്തരികം, ഇതല്ലേ ഇതാണ് സാമാന്തരികം. കണ്ടീഷൻ എന്നാ, രണ്ട് ലൈൻ പാരലില്, ഈ രണ്ട് ലൈൻ പാരലില്, ഈ രണ്ട് ലൈൻ പാരലില്, സിമ്പിൾ പാരലോഗ്രാം സാമാന്തരികം കേട്ടോ. അത് സാമാന്തരികം ഫില്ല് ചെയ്തോ. ഇതേപോലെ പാരലായിട്ടല്ലേ, ഇതേപോലെ പാരൽ, ഇതിന് പാരലായിട്ട് അതേ വലിപ്പമുള്ള ലൈൻ ഫില്ല് ചെയ്തോ. എന്നിട്ട് ഈ കോമൺ പോയിന്റിൽ കൂടിയുള്ള ഡയഗണൽ, ഇതാണ് എൻ്റെ റിസൾട്ടന്റ്, വേറെ ഒന്നും വേണം. ഇതാണ് എൻ്റെ റിസൾട്ടന്റ്, എ വെക്ടർ പ്ലസ് ബി വെക്ടർ. ചെയ്തു നോക്കാം പറഞ്ഞോ. പിന്നെ ആംഗിൾ എന്നായിരിക്കും, ഡയറക്ഷൻ എന്നായിരിക്കും, ഏതെങ്കിലും വെക്ടർ വെച്ച് പറഞ്ഞാൽ മതി. ബി വെക്ടറായിട്ട് ഇത് പറഞ്ഞാൽ മതി, എ വെക്ടറുമായിട്ട് ഇത്ര ഡിഗ്രി ആംഗിളിലായിരിക്കും എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ആൻസർ തന്നെ. ഓക്കെ, ശ്രദ്ധിച്ചിരുന്നു. ഇതേ കണക്ക് ചെയ്യാം, ഈ രണ്ട് കണക്ക് ചെയ്യാം. ഒരു ബോഡിയിൽ 3 ന്യൂട്ടൺ ഫോഴ്സ്, അതേപോലെ 90 ഡിഗ്രിയിൽ 4 ന്യൂട്ടൺ ഫോഴ്സ്. പാരലോഗ്രാം ലോ പ്രകാരം ഞാൻ 3 ന്യൂട്ടനെ കൊണ്ട് വരച്ചു.
1, 2, 3 സെന്റിമീറ്റർ. ഈ 4 ന്യൂട്ടനെ കൊണ്ടുപോയിട്ട് ഇവിടെയല്ല ഇവിടെ കൊണ്ടുവച്ചു. 1, 2, 3, 4 സെന്റിമീറ്റർ. സ്കെയിൽ എടുത്ത് വരയ്ക്കണേ. എന്നിട്ട് എന്താ ചെയ്യണ്ടേ? പാരലോഗ്രാം ഫില്ല് ചെയ്യണം. പാരലോഗ്രാം ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മുടെ സെറ്റ് സ്ക്വയർ ഒക്കെ ഇല്ലേ, അല്ലെങ്കിൽ ഒന്നും വേണ്ട, ആ പ്രൊട്രാക്ടർ എടുത്തിട്ട് ഇവിടെ കൊണ്ട് വെച്ചിട്ട് 90 ഡിഗ്രി വരയ്ക്കാം. ഈ പോയിന്റിൽ കൂടെ ഇതേപോലെ. ഇത് 90 ഡിഗ്രി അല്ലേ? ഇതിന് പാരലായിട്ട് ലൈൻ വരയ്ക്കാം. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. ഇതിന് പാരലായിട്ട് ഇതിൻ്റെ മുട്ടിൽ കൂടെ വരയ്ക്കാം. പാരലോഗ്രാം ഫില്ല് ചെയ്യാം. എന്നിട്ട് ലോ എന്നാ പറയണേ? ഈ കോമൺ പോയിന്റിൽ കൂടി വരയ്ക്കുന്ന ഡയഗണൽ will give completely represent result. ഈ ഡയഗ്രാമിൽ നമുക്ക് എന്ത് തരും? അതിൻ്റെ റിസൾട്ടന്റ് തരും കേട്ടോ. അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് അതിൻ്റെ ആ സ്കെയിൽ വെച്ച് അളന്ന് നോക്കി എത്ര കിട്ടുമെന്ന്. ഇത് 1, 2, 3, 4, 5 കിട്ടിയോ? 5 കിട്ടിയോ? ഇത് 3 ആയിരുന്നു, ഇത് 4 ആയിരുന്നു. എത്ര കിട്ടി? 5 സെന്റിമീറ്റർ കിട്ടി. അതിൻ്റെ അർത്ഥം 5 ന്യൂട്ടൺ. എത്ര ഡിഗ്രി ആംഗിളിൽ അളന്ന് നോക്കി എത്രയാണ്? കഴിഞ്ഞു. അത്രേ ഉള്ളൂ. ഇനി ഇത് ചെയ്യാം. ഒരു ബോഡിയിൽ 60 ന്യൂട്ടൺ, പിന്നെ 80 ന്യൂട്ടൺ. 80 ന്യൂട്ടൺ എത്ര ഡിഗ്രി ആംഗിളിൽ? 60 ഡിഗ്രി. നേരെ എടുത്ത് 6 സെന്റിമീറ്റർ ഞാൻ സ്കെയിൽ വരച്ചു. അതായത് സ്കെയിൽ എഴുതി. സ്കെയിൽ ഈസ് 1 സെന്റിമീറ്റർ ഈക്വൽ ടു 10 ന്യൂട്ടൺ. അങ്ങനെയാണെങ്കിൽ 1, 2, 3, 4, 5, 6. അപ്പം എത്രയായി? 60 ന്യൂട്ടൺ ആയില്ലേ? ഇനി എത്ര? 80 സെന്റിമീറ്റർ. താഴേക്ക് വയ്ക്കില്ല, ഇവിടെ മുട്ടും. 1, 2, 3, 4, 5, 6. ഇനി എത്ര? 80 ന്യൂട്ടൺ. എത്ര ഡിഗ്രി ആംഗിളിൽ? 60 ഡിഗ്രി. ട്രയാങ്കുലർ ലോയിൽ നമ്മൾ എവിടെ കൊണ്ടുപോയി വെച്ചേ? ഇവനെ കൊണ്ടുപോയിട്ട് ഇവിടെ കൊണ്ടുപോയി വെച്ചു അല്ലേ? ഇവിടെ നമ്മൾ തലയല്ല കൊണ്ടുപോയി വെക്കുന്നത്, വാലി തല. നേരെ കൊണ്ടുപോയിട്ട് ഇവിടെ കൊണ്ടുപോയി വെച്ചു. 1, 2, 3, 4, 5, 6, 7, 8. ശരിക്കും നോക്കി വരണം കേട്ടോ. എത്ര ഡിഗ്രി ആംഗിളില്ല? 60 ഡിഗ്രി ആംഗിൾ. അപ്പോൾ പ്രൊട്രാക്ടറിൽ 60 ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു ലൈൻ വരച്ചിട്ട് 8 സെന്റിമീറ്റർ അളന്നെടുക്കുക. ഇങ്ങനെ ചെയ്യേണ്ടേ? പാരലൽ ലൈൻ വരയ്ക്കണം. ആ സെറ്റ് സ്ക്വയർ എടുത്തിട്ട് ഇങ്ങനെ നേരെ കൊണ്ടിട്ട് ഇവിടെ കൊണ്ടിട്ട് പാരലൽ ലൈൻ കേട്ടോ. ഏതാണ്ട് ഇത്ര. ഇതിന് പാരലായിട്ട് വേറെ ലൈൻ. ഇങ്ങനെ ചെയ്യേണ്ടേ? ഡയഗണൽ വരയ്ക്കണം. ഈ ഡയഗണൽ വിൽ ഗീവ് റിസൾട്ട്. ഇതെന്നായിരിക്കും റിസൾട്ട്? അളന്ന് നോക്കിയാൽ എത്രയാണ്? ഇത് തന്നെ കിട്ടിയോ? ഇത് തന്നെ കിട്ടണ്ടേ? കാരണം ഏത് ലോ ആണെങ്കിലും ആൻസർ സെയിം കിട്ടണ്ടേ? അപ്പോൾ ഇത് കിട്ടും കേട്ടോ. ഇവിടെ നമുക്ക് എത്ര കിട്ടിയിരുന്നത്? ഏകദേശം ഒരു 13 സെന്റിമീറ്റർ നമ്മൾ അളന്നപ്പോൾ. അതെങ്കിൽ അത് എത്രയാണോ കിട്ടുന്നത് അത് തന്നെ ഇവിടെ കിട്ടണം. അപ്പം ഇത് രണ്ടുമാണ് പാരലോഗ്രാം ലോയും ട്രയാങ്കുലർ ലോയും ഗ്രാഫിക്കൽ മെത്തേഡ് വഴിയുള്ളത്. ഒരു സംശയം, ഒരു ബോഡിയിൽ 3-4 ഫോഴ്സ് എന്ന് വിചാരിക്കാം. ഒരാൾ വലിക്കുന്നു, ഒരാൾ മുകളിലേക്ക് തള്ളുന്നു, ഒരാൾ ഇങ്ങോട്ട് വലിക്കുന്നു, വേറൊരാൾ ഇങ്ങോട്ട് പിടിച്ചു വലിക്കുന്നു. അങ്ങനെയാണെങ്കിൽ റിസൾട്ടന്റ് ഫോഴ്സ് എന്താകുന്നു? അതിനൊരു ലോ ഉണ്ട്, പോളിഗൺ ലോ. ആക്ച്വലി ഇതൊക്കെ പോളിഗൺ ലോയുടെ ഒരു സ്റ്റാർട്ടിങ് ആണ്. രണ്ടെണ്ണല്ലേ ഉള്ളൂ. ഈ പാരലോഗ്രാം ലോയിലും ട്രയാങ്കുലർ ലോയിലും 2 ഫോഴ്സല്ലേ ഉള്ളൂ. ഇതും പോളിഗൺ ലോ തന്നെ വരുന്നതാണ്. ഇനി കുറെ എണ്ണം എന്നാ ചെയ്യേണ്ടത് കാണിച്ചാൽ അത് പോളിഗൺ ലോ അല്ലെങ്കിൽ ഹെഡ് ടെയിൽ മെത്തേഡ്. ഇപ്പം ഞാനിവിടെ ഹെഡ് ടെയിൽ എന്ന് എഴുതിയിട്ടുണ്ട്. ചിലപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ശരിക്കും അല്ല, ഹെഡ് ടെയിൽ മാത്രമുള്ളൂ തോന്നുന്നു. ഇപ്പോൾ ട്രയാങ്കുലർ ലോ ഉണ്ടല്ലോ, ഇപ്പോൾ ഒരു വെക്ടർ എ ഉണ്ട്, ഒരു വെക്ടർ ബി ഉണ്ട്. ഇവർ തമ്മിൽ കൂട്ടാൻ എന്നാ ചെയ്യുന്നത്? ഇവരെ കൊണ്ടുപോയിട്ട് ഇവിടെ കൊണ്ടുവച്ചു അല്ലേ? ഹെഡ് ടെയിൽ. മറ്റേ പാരലോഗ്രാം ആണെങ്കിലോ ഇവരെ കൊണ്ടിട്ട് ഇവിടെ കൊണ്ടുപോയി വെക്കുന്നത്. ടെയിൽ. ഇപ്പൊ ടെയിൽ മെത്തേഡ് ഇത് ഹെഡ് ടെയിൽ മെത്തേഡാണ്. പോളിഗൺ ലോ എന്നറിയോ? കുറേ ഉണ്ട് എങ്കിൽ ഈ പേര് രണ്ടും സെയിം ആയിട്ട് ഒന്നും അല്ലേ?
അപ്പോൾ സെയിം ആക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ ഹെഡ് ടെയിൽ ഹെഡ് എന്ന് പറഞ്ഞത്. കുറേ എണ്ണം ഉണ്ട്. അപ്പോൾ എന്നാ സംഭവിക്കുന്നത് വെച്ചാൽ വീഡിയോ ഭയങ്കര സ്ലോ അല്ല, നമുക്ക് ഫാസ്റ്റ് ആക്കാം. ഇനി എന്നാ സംഭവിക്കുന്നത് വെച്ചാൽ ഒരു ബോഡി ഉണ്ട് വിചാരിച്ചു, ഒന്ന് ഒരു ഫോഴ്സ്, വേറൊരു ഫോഴ്സ്, പേര് കൊടുക്കാം F1 F2 F3 പിന്നെ ഇങ്ങോട്ടേക്ക് F4. ഈ 4 പേരൊക്കെ എങ്ങനെ റിസൾട്ടന്റ് കാണാം. അതിനു വേണ്ടി പോളികളിൽ തന്നെ പറഞ്ഞു വെച്ചാൽ ഓരോന്നോരോന്ന് എടുക്കാം കേട്ടോ. ഇത്ര എടുത്തു. രണ്ടാമത്തെ ഹെഡ് ടെയിൽ, അതായത് ഇവനെ കൊണ്ടിട്ട് ടെയിൽ ഹെഡ് നടക്കണം. ഇവന്റെ ഹെഡിലേക്ക് ഇവന്റെ ടെയിൽ കൊണ്ടുവെക്കുക. ഇതാ ഇങ്ങനെ കൊണ്ടിട്ട് ഇങ്ങനെ കൊണ്ടുവച്ചു. ഏകദേശം 90 ഡിഗ്രി അല്ല, ചിരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഇങ്ങനെ വയ്ക്കാം. F2 പിന്നെ കൊണ്ടിട്ട് ഇങ്ങോട്ട് F2, ഇത് F1, ഇത് കഴിഞ്ഞു. ഇനി ആരാളുള്ള F3 ഇവനുമായിട്ട് ഇങ്ങനെയാണ് അല്ലേ, ഇതേപോലെ കൊണ്ടിട്ട് കൊണ്ട് വരയ്ക്കണം. ഇനി ആരാളുള്ള ഒരുത്തിന് ഇങ്ങോട്ടേക്കാണ് ഉള്ളത് അല്ലേ, ഇവനെ കൊണ്ടിട്ട് നേരെ ഇങ്ങോട്ട്. അയ്യോ ഹെഡിങ്ങിലേക്ക് ആയിപ്പോഴുള്ളൂ. അപ്പോൾ ഈ ഫോഴ്സിനെ മാറ്റാം. അതായത് ഇപ്പോൾ ഇതിനെ നമുക്ക് താഴേക്കാക്കാം. താഴെ ഇങ്ങനെ അല്ലേ, അതുകൊണ്ടിട്ട് ഇങ്ങനെ മാറ്റാം. അങ്ങനെയാണെങ്കിൽ റിസൾട്ടന്റ് ഫോഴ്സ് എന്നാന്ന് ചോദിച്ചാൽ പോളികളിലോ പറയും 4 ആയില്ലേ, 1 2 3 4 F3 F4. ഒന്നുമില്ല, തലയെ കൊണ്ടേ വാല് കൊണ്ടേ വെക്കാം, അത്രേ ഉള്ളൂ. തല വാല് തല വാല് തല വാല് അങ്ങനെ പോവാ. എന്നിട്ട് ഈ അവസാനത്തെ രണ്ടെണ്ണല്ലേ, ഹെഡ് ടെയില് മെത്തേഡ് കേട്ടോ. ഇതിനെ ഒഴിവാക്കാം. ഇവന്റെ ഹെഡ് ടെയില് മെത്തേഡ് ഇവർ തമ്മിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം. കംപ്ലീറ്റ് ചെയ്തോ. അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയല്ലേ പോയേക്കണേ. അപ്പം ഇവൻ പോയിട്ട് അതിന് ഓപ്പോസിറ്റ് ചെയ്യണം കേട്ടോ. ഇവൻ ഇങ്ങോട്ടാ വരുന്നെങ്കിൽ തലയും മുട്ടിക്കണം, അത്ര ഓർത്താൽ മതി. ഇത് ഇങ്ങോട്ടേക്ക് ഓപ്പോസിറ്റ്. ഇതാണ് നമ്മുടെ റിസൾട്ടന്റ്. അതായത് ഇങ്ങനെ ആലോചിക്കുക, നമ്മൾ പറഞ്ഞാൽ ശരിയായിരിക്കും. അതായത് ഈ ബോഡി, ഇവിടെയുള്ള ഈ ബോഡി ഇങ്ങോട്ടേക്കായിരിക്കും പോവാ. അപ്പോൾ നോക്കാം, ഒരു ഫോഴ്സ് ഇങ്ങോട്ടുണ്ട്, മറ്റേ ഫോഴ്സ് ഇങ്ങോട്ടുണ്ട്, ഒരുത്തൻ ഇങ്ങോട്ടുണ്ട്. ഏതായാലും ഇങ്ങോട്ട് പോകില്ലല്ലോ, ഈ ഡയറക്ഷൻ ഇങ്ങോട്ട് എന്തായാലും ബോൾ പോകില്ലല്ലോ. അപ്പം നമ്മുടെ ശരിയാണ്, ഈ ബോൾ എങ്ങോട്ടേക്ക് പോകുള്ളൂ, അങ്ങോട്ട് തന്നെ പോകുള്ളൂ കേട്ടോ. അതായത് ഇങ്ങനെ അങ്ങോട്ട് പോകും. ഇനി മനസ്സിലാക്കണമെങ്കിൽ വേറെ എണ്ണം വരയ്ക്കാം, പല ഫോഴ്സ് വരയ്ക്കാം. ഒരുത്തൻ ഇങ്ങോട്ട് അത്ര വലുപ്പമുണ്ടല്ലേ, ഒരുത്തൻ ചെറുത് ഇങ്ങോട്ട്, പിന്നെ ഒരുത്തൻ ഇങ്ങോട്ട്, ഒരുത്തൻ ഇങ്ങോട്ട്. ഊഹിക്കാൻ പറ്റുമോ എങ്ങോട്ട് പോകുന്നത്? നമുക്ക് നോക്കാം. ഇത് F1 F2 F3 F4 എങ്ങനെ വേണം പേര് കൊടുക്കാം. നേരെ വരച്ചോ. ഇങ്ങനെ പാരലായിട്ട് F1 തലയെ കൊണ്ടിട്ട് F2നെ കൊണ്ട് വെക്കണം. ഏകദേശം എന്താ ഇങ്ങനെ കൊണ്ട് വെക്കണം അല്ലേ. ചെരിഞ്ഞു വേണം, കുറച്ചൊക്കെ ചെരിഞ്ഞു. ഇനി ആരാ F3 എങ്ങോട്ടേക്കാ, ഇങ്ങോട്ടേക്ക്. F4 എങ്ങോട്ടേക്കാ, അങ്ങോട്ടേക്ക്. ഇപ്പോൾ റിസൾട്ടന്റ് മാർക്ക് ചെയ്യണം. റിസൾട്ടന്റ് ഇവനെ തമ്മിൽ മാർക്ക് ചെയ്യണം, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. അതായത് ബോൾ എങ്ങോട്ട് പോകും, താഴേക്ക് പോകും, ഇത് ഇങ്ങോട്ട് പോകും. ശരിയാണ്. കാരണം എന്നാ, ഏറ്റവും വലിയ ഫോഴ്സ് എങ്ങോട്ടാണ് പിടിച്ചു വലിക്കുന്നത്, താഴേക്ക്. ഇവിടെ രണ്ടാമതുണ്ട്, പക്ഷെ ഇതിന്റെ താഴേക്ക് തന്നെയായിട്ട് വേറൊരു ഫോഴ്സ് ഉണ്ടല്ലോ. ഇവർ രണ്ടിന്റെ റിസൾട്ടന്റ് ഈ ബോൾ അവസാനം ഇത്രയും ദൂരത്തേക്ക് നെറ്റ് റിസൾട്ടന്റ് ഫോഴ്സ് ഇങ്ങോട്ട് ഉണ്ട്, താഴേക്കാവണ്ടേ. മനസ്സിലായി, ഇത്രയും വരും താഴേക്കുള്ള. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പോളിഗൺ മെത്തേഡ് വഴി കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ ഗ്രാഫിക്കൽ മെത്തേഡിൽ ഏതൊക്കെയുണ്ട്, ട്രയാങ്കുലർ ലോ, പാരലോഗ്രാം ലോ, പോളിഗൺ ലോ. പോളിഗൺ ലോയിൽ കുറെ എണ്ണം ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കുന്നത്. ഇതൊക്കെ നോക്കി 10 ന്യൂട്ടൺ,
8 ന്യൂട്ടൺ, 15 ന്യൂട്ടൺ, 12 ന്യൂട്ടൺ അങ്ങനെയാണ് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ 10 സെന്റിമീറ്റർ വരയ്ക്കുക, 12 സെന്റിമീറ്റർ വരയ്ക്കുക. അങ്ങനെ വരച്ചു പോയാൽ അവസാനം യോജിപ്പിക്കുന്ന ഇതിന്റെ അളവെടുത്താൽ കറക്റ്റ് കിട്ടും കേട്ടോ. ഇതൊന്നും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കില്ല. കാര്യം മനസ്സിലായാൽ എന്നാണ് നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഭാഗം അടുത്ത ഹെഡിങ് അനാലിറ്റിക്കൽ മെത്തേഡ്. ഒരു പേപ്പറും പേനയൊക്കെ കയ്യിലെടുത്ത് ഉണ്ടല്ലോ അല്ലേ, അതെടുത്ത് വെച്ചോ. നമുക്ക് ഡെറിവേഷൻ